നീ ഹ്യൂമൻ സൂ മനുഷ്യ മൃഗശാല എന്ന് കേട്ടിട്ടുണ്ടോ? മൃഗശാല എന്ന് കേട്ടിട്ടുണ്ട്. മനുഷ്യന്മാരെ അങ്ങനത്തെ കൂട്ടിലിട്ട് പ്രദർശിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ലോകത്ത്. നീ കേട്ടിട്ടുണ്ടോ? എപ്പോ? ശരിക്കും 16-ാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത്. ഈ യൂറോപ്യൻ കോളനി വൽക്കരണ സമയത്ത് അവിടുത്തെ ആൾക്കാർ ഇവരൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഈ കൂട്ടിലൊക്കെ അടച്ചിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊരു വാണിജ്യവൽക്കരിച്ചു. പിന്നെ അതൊരു 19th സെഞ്ചുറിയും 20th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിലൊക്കെ അത് ശരിക്കും ഒരു ബിസിനസ്സാണ്. 1889 പാരീസിലെ ലോകമേളയിൽ ഏകദേശം 400ഓളം ആൾക്കാരാണ് ഇവരങ്ങനെ ലോകത്തെ പല നാട്ടിലും, ആഫ്രിക്കൻ ആണെങ്കിലും യൂറോപ്യൻ ആണെങ്കിലും ഉള്ള ആൾക്കാരെ അവർ കൊണ്ടുവന്ന് കൂട്ടിലൊക്കെ ഇട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് 28 ലക്ഷം ആൾക്കാരാണ് അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ചിന്തിച്ചു നോക്കി. നാട്ടുകാർക്ക് ആ ടൈം വലിയ പണിയൊന്നുമില്ല. അതല്ല, നീ ചിന്തിച്ചു നോക്കി നമ്മൾക്ക് എടുത്ത് കൂട്ടിലിട്ട് പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ച്. അതായിരുന്നു ലോകത്തിന്റെ അവസ്ഥ അന്ന്. പിന്നീട് അഡോൾഫ് ഹിറ്റ്ലർ ഇല്ലേ, ആള് സംഭവം എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ലോകത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ആള് ചെയ്തിട്ടുണ്ട്. ആളാണ് ഈ ഒരു സമ്പ്രദായത്തിനെ എതിർത്തതും നിർത്തലാക്കിയത്. അതായത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ മോചിപ്പിച്ചിട്ട് കൂട്ടുനിന്ന ഒരുപാട് ഉദ്യോഗസ്ഥരെ ആള് വധിച്ചു കളയാ ചെയ്ത്. പക്ഷെ പൂർണ്ണമായിട്ടും ആൾക്കത് നിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് ഈ ഒരു മനുഷ്യ മൃഗശാല ഉണ്ടായത് 1958 ഡെൻമാർക്കിലാണ്. അതിനുശേഷം ഇത് ഉണ്ടായിട്ടില്ല. അപ്പൊ ഹിറ്റ്ലർ അന്ന് സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് വന്നേനെ. തീർച്ചയായിട്ടും.